നമസ്കാരം. ഇസ്രയേലിന് ലക്ഷം കോടി ഡോളർ വിലമതിക്കുന്ന ബോംബുകളും യുദ്ധവിമാനങ്ങളും കൈമാറാൻ അനുമതി നൽകിയിരിക്കുകയാണ് ജോ ബൈഡൻ ഭരണകൂടം. ഗാസയിലെ റഫയിൽ ഇസ്രയേൽ സൈനികാക്രമണം നടത്താനുള്ള സാധ്യതയിൽ അമേരിക്ക ആശങ്ക പ്രകടിപ്പിച്ചതിന് തൊട്ടുപിറകെയാണ് ആയുധ കൈമാറ്റത്തിന് ബൈഡൻ ഭരണകൂടം അനുമതി നൽകിയിരിക്കുന്നത്. 1800-ലധികം MK-84, 2000 പൗണ്ട് ബോംബുകളും 500 MK-82 500 പൗണ്ട് ബോംബുകളുമാണ് പുതിയ ആയുധ പാക്കേജിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് വിവരം. 25 F-35 യുദ്ധവിമാനങ്ങളും നൽകുമെന്ന് റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ആയുധ കൈമാറ്റത്തെക്കുറിച്ച് വൈറ്റ് ഹൗസോ ഇസ്രായേൽ എംബസിയോ പ്രതികരിച്ചിട്ടില്ല. ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നതിന് ഇടയിൽ തന്നെയാണ് ആയുധങ്ങൾ നൽകാനുള്ള തീരുമാനവും വന്നിരിക്കുന്നത്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ രാജ്യാന്തര തലത്തിൽ എതിർപ്പ് ഉയരുന്നതിനിടയിലാണ് ആയുധ കൈമാറ്റം സംബന്ധിച്ച വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി പാസാക്കിയിരുന്നു. ബന്ദികളെ മോചിപ്പിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഒക്ടോബർ 7-ന് യുദ്ധം ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് UN രക്ഷാസമിതി വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്നത്. എന്നാൽ പ്രമേയത്തെ വീറ്റോ ചെയ്യാതെ അമേരിക്ക വിട്ടുനിന്നു. 15 അംഗ സമിതിയിലെ 14 പേരുടെ പിന്തുണയോടെയാണ് പ്രമേയം പാസായത്. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം US ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഗാസയിൽ ഇസ്രയേൽ യുദ്ധം ചെയ്യുന്ന രീതിയെക്കുറിച്ച് ആഴ്ചകളായി പ്രസിഡന്റ് ജോ ബൈഡനും മുതിർന്ന ഉദ്യോഗസ്ഥരും ഏറെ ആശങ്കാകുലരുമായിരുന്നു. പുതിയ വെടിനിർത്തൽ പ്രമേയം സുരക്ഷാ കൗൺസിലിലൂടെ അനുവദിക്കാനുള്ള തീരുമാനം US ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ചതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇസ്രയേലിന്റെ നയതന്ത്ര പരിരക്ഷ നീക്കം ചെയ്യുന്നത് ഒരു സുപ്രധാന ഘട്ടമാണ്. വൈറ്റ് ഹൗസും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഉടലെടുത്ത ഭിന്നതയുടെ ആഴം വ്യക്തമാക്കുന്നത് കൂടിയായിരുന്നു ഇത്. ഇസ്രയേൽ ജനതയ്ക്ക് വൈകാരിക പിന്തുണയും കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 മുതൽ അവർക്ക് ആവശ്യമായ സൈനിക നയതന്ത്ര സഹായങ്ങളും US നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 7 മുതൽ 6 തവണ ഇസ്രയേൽ സന്ദർശിച്ച പ്രസിഡന്റ് ബൈഡനും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കണും സിവിലിയന്മാരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഉൾപ്പെടുന്ന രാജ്യാന്തര മാനുഷിക നിയമങ്ങളെ ബഹുമാനിക്കാൻ ഇസ്രായേലിനോട് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. നന്ദി.